ഹലോ കുട്ടികളെ, നമുക്ക് 5th ചാപ്റ്റർ ഡെസിമൽ മെത്തേഡ്സിലെ പ്രോബ്ലംസ് നോക്കാം. ആദ്യം നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ചെയ്യാം. അതിനുശേഷം നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ടെക്സ്റ്റിലെ എക്സസൈസൊക്കെ ചെയ്യാം. ഓക്കെ, ആദ്യം നമുക്ക് ഒരു ഫ്രാക്ഷൻ തന്നാൽ അതെങ്ങനെ ഡെസിമൽ ഫോമിൽ എഴുതാം എന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് 325 ഡിവൈഡഡ് ബൈ 10 അതെങ്ങനെയാണ് ഡെസിമൽ ഫോമിൽ എഴുതുക. അപ്പോൾ ആദ്യം നമ്മൾ നോക്കേണ്ടത് താഴെ ഡിനോമിനേറ്റർ എത്രയാണ്? 10. 10ൽ എത്ര സീറോ ഉണ്ട്? ഒരു സീറോ അല്ലേ. അപ്പോൾ മുകളിലുള്ള നമ്പറിൽ ഒരു സ്ഥാനം മാറ്റി ഡോട്ട് ഇടാം. അതായത് ഒരു സ്ഥാനം നമ്മൾ റൈറ്റ് സൈഡിൽ വൺസിൻ്റെ പ്ലേസിൽ നിന്നാണ് തുടങ്ങേണ്ടത്. അപ്പം ഒരു സ്ഥാനം എന്ന് പറയുമ്പോൾ ഏത് നമ്പറാണ്? വൺസിൻ്റെ പ്ലേസിലുള്ള 5ന് മുന്നേ ഒരു ഡോട്ട് ഇടണം. അപ്പോൾ 32.5. അടുത്ത പ്രോബ്ലം 325 ഡിവൈഡഡ് ബൈ 100. ഇവിടെ ഡിനോമിനേറ്റർ 100 ആണ്. 100ൽ എത്ര സീറോ ഉണ്ട്? 2 സീറോസ് ഉണ്ട് അല്ലേ. അപ്പോൾ 325ൽ 2 പ്ലേസ് മാറ്റിയിട്ട് ഡോട്ട് ഇടണം. അതായത് വൺസ്, ടെൻസ് അങ്ങനെയാണ് എണ്ണേണ്ടത്. റൈറ്റ് സൈഡിൽ നിന്നാണ് എണ്ണേണ്ടത്. ഒറ്റ, 10. അപ്പോൾ 2ന് മുന്നെയാണ് നമ്മൾ എന്തിടേണ്ടത്? ഡോട്ട് ഇടേണ്ടത്. അപ്പോൾ എങ്ങനെ വായിക്കാം? 3.25. അതാണ് ആൻസർ. നെക്സ്റ്റ് പ്രോബ്ലം 325 ഡിവൈഡഡ് ബൈ 1000. അപ്പോൾ ഇവിടെ ഡിനോമിനേറ്റർ 1000 ആണ്. 1000ൽ എത്ര സീറോസ് ഉണ്ട്? 3 സീറോസ്. അപ്പോൾ 325ൽ 3 ഡിജിറ്റ് മാറ്റിയിട്ടാണ് നമ്മൾ എന്തിടേണ്ടത്? ഡെസിമൽ പോയിൻ്റ് ഇടേണ്ടത്. അതായത് 3 സ്ഥാനം മാറ്റിയിട്ട്. അതായത് വൺസ്, ടെൻസ്, 100. അതായത് വൺസിൻ്റെ പ്ലേസിൽ 5 ആണ്, ടെൻസിൻ്റെ പ്ലേസിൽ 2, 100ൻ്റെ പ്ലേസിൽ 3 ആണ് അല്ലേ. അപ്പോൾ 3ക്ക് മുന്നേ ഒരു ഡോട്ട് ഇടണം. അപ്പോൾ ഡോട്ടിന് മുന്നേ ഒരു നമ്പറും ഇല്ല, അതുകൊണ്ട് അവിടെ നമ്മളൊരു സീറോ ഇടണം. അപ്പോൾ 0.325 ആണ് ആൻസർ. അടുത്തതൊരു ടേബിൾ തന്നിട്ടുണ്ട്. അപ്പോൾ അത് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ്? 476 എന്ന് പറഞ്ഞ നമ്പറാണ് തന്നിട്ടുള്ളത്. 6 1ൻ്റെ പ്ലേസിൽ, 10ൻ്റെ പ്ലേസിൽ 7, 100ൻ്റെ പ്ലേസിൽ 4. ഇതിൻ്റെ നേരെ കണ്ടില്ലേ, വേറൊരു ബോക്സിൽ 1/10, 1/100, 1/1000, 1/10,000. ഈ 476 ഇത് 3 കോളത്തിലാണ് എഴുതിയിട്ടുള്ളത് അല്ലേ. 476. ഇതിൻ്റെ നേരെ നോക്കൂ, 1/10 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെ നമുക്ക് എഴുതാം? 1/10 ആകുമ്പോൾ 10ൽ ഒരു സീറോ, അപ്പോൾ ഒരു സ്ഥാനം മാറ്റണം അല്ലേ, ഒരു പ്ലേസ് മാറ്റണം. അപ്പോൾ ഈ 6 എവിടെ വരും? 1/10ൻ്റെ പ്ലേസിൽ, 7 1ൻ്റെ പ്ലേസിൽ, 4 10ൻ്റെ പ്ലേസിൽ അല്ലേ. ഇനി അതിൻ്റെ നേരെ ഇൻറ്റു 1/10. അതായത് ഒരു 10 എന്ന് പറയുമ്പോൾ എത്രയാണ്? ഒരു സീറോ, അപ്പോൾ ഒരു സ്ഥാനം മാറ്റണം. അപ്പോൾ വീണ്ടും അതിങ്ങോട്ട് എഴുതാം. എങ്ങനെയാണ്? 6 1/100ൻ്റെ നേരെ എഴുതണം, 7 1/10ൻ്റെ ഇവിടെ, 4 1ൻ്റെ പ്ലേസിൽ. വീണ്ടും അതിന് നേരെ 1 × 10, അതായത് 10 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പം 10ൻ്റെ ഒരു സീറോ, ഒരു സ്ഥാനം മാറ്റി എഴുതണം. എങ്ങനെയാണ്? അപ്പോൾ 6 1/1000ൻ്റെ താഴെ എഴുതണം, 7 1/100ൻ്റെ പ്ലേസിൽ, 4 1/10ൻ്റെ പ്ലേസിൽ. ഇനി വീണ്ടും അതിന് നേരെ 1 × 10 ആണ് തന്നിട്ടുള്ളത്. അപ്പം വീണ്ടും ഒരു സ്ഥാനം മാറ്റി എഴുതണം. അപ്പോൾ 6 1/10,000 താഴെ, 7 1/1000ൻ്റെ നേരെ, പിന്നെ 4 1/100ൻ്റെ നേരെ എഴുതണം. നെക്സ്റ്റ് 476 ഡിവൈഡഡ് 10. ഇതിനെ ഡെസിമൽ ഫോമിൽ എഴുതുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? താഴെ ഡിനോമിനേറ്റർ 10 ആണ്. അപ്പോൾ ഒരു സീറോ ആണ്. അപ്പോൾ ഒരു പ്ലേസ് മാറ്റി ഡോട്ട് ഇടണം. അതായത് 476 എഴുതിയിട്ട് 1 പ്ലേസ് മാറ്റണം. അതായത് 1ൻ്റെ പ്ലേസിലുള്ള, അതായത് 6ന് മുന്നേ ഒരു ഡോട്ട് ഇടണം. അപ്പോൾ 47.6. നെക്സ്റ്റ് 476 ഡിവൈഡഡ് ബൈ 100. അതായത് ഡിനോമിനേറ്ററിൽ 2 സീറോസ് ഉണ്ട്. അപ്പോൾ 476 എഴുതിയിട്ട് നമ്മൾ 2 പ്ലേസ് മാറ്റിയിട്ട് ഡോട്ട് ഇടണം. അതായത് 1ൻ്റെ പ്ലേസിൽ 6 ആണ്, 10ൻ്റെ പ്ലേസിൽ 7 അല്ലേ. ആ 2 നമ്പേഴ്സിന് മുന്നേ ഒരു ഡോട്ട് ഇടണം. അപ്പോൾ 4.76. ഇനി 476 ഡിവൈഡഡ് ബൈ 1000. അതായത് 1000ൽ 3 സീറോ ഉണ്ട്. ഇപ്പോൾ 3 സീറോ മാറ്റിയിട്ട്, അതായത് 3 പ്ലേസ് മാറ്റിയിട്ടാണ് ഡോട്ട് ഇടേണ്ടത്. അപ്പോൾ 476ൽ 1 10 100 3 ഡിജിറ്റ് അപ്പോഴേ ആയി അല്ലേ. അപ്പോൾ 4ന് മുന്നെയാണ് നമ്മൾ പോയിൻ്റ് ഇടേണ്ടത്. അപ്പോൾ ആ പോയിൻറ്റിന് മുന്നേ ഒരു സീറോ ഇടണം. ഇപ്പോൾ 0.476.
476 ഡിവൈഡഡ് ബൈ 10,000. 10,000-ൽ 4 സീറോസ് ഉണ്ട്. അപ്പോൾ 476-ൽ 3 ഡിജിറ്റ് അല്ലേ ഉള്ളൂ. 1 2 3 അല്ലേ. 6-ൻ്റെ അവിടെ നിന്നാണ്, റൈറ്റ് സൈഡിൽ നിന്നാണ് നമ്മൾ എണ്ണേണ്ടത്. 1s 10s 100. അപ്പോൾ ഇവിടെ 4 സീറോ ആണ് ഉള്ളത്. അപ്പോൾ 4 ഡിജിറ്റ് ഇല്ല, 3 ഡിജിറ്റേ ഉള്ളൂ. അപ്പോൾ 4-ന് മുന്നേ നമ്മളൊരു സീറോ ഇടും. അപ്പോൾ അത് 4 ഡിജിറ്റ് ആയി അവിടെ. ആ സീറോയ്ക്ക് മുന്നേ ഒരു ഡോട്ട് ഇടുക, പിന്നെ ഡോട്ടിന് മുന്നേ ഒരു സീറോ ഇടണം. അപ്പോൾ 0.046. ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞതെല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ടെക്സ്റ്റിലെ എക്സസൈസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ് മുതൽ ചെയ്യാം. ഓക്കെ.